പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിജു, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. 23 വയസ്സാണ് നമ്മുടെ അമർ ഇലാഹിക്ക് ഒരു ചെറുപ്പക്കാരനെ ഒരു ജീവൻ എടുത്തിരിക്കുന്നു. നേരത്തെ എൽദോസിന്റെ മരണം നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ വലിയ പ്രതിഷേധം കണ്ടു. നിങ്ങൾ തുടർച്ചയായിട്ട് വലിയ രീതിയിൽ തന്നെ ഇവിടെ ആ കാട്ടാനശല്യം ഉണ്ടാകുന്നത് വനംവകുപ്പിനെയൊക്കെ അറിയിച്ചിരുന്നതല്ലേ? എന്താണ് സംഭവിച്ചത് ബിജു? ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഇത് വിവരങ്ങൾ അറിയിച്ചതായിരുന്നു. അപ്പൊ ഇവിടെ ഈ ആന ഇതിക്ക് മുന്നേ ആണെങ്കിലും നമ്മൾ ഈ ആനകൾ ഇറങ്ങി കൃഷി നാശങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വനത്തിനോട് ചേർന്ന് ഉള്ള ഒരു വീടാണ് ഈ അമൽ ഇബ്രാഹിമിന്റെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കന്നാലികളെ അയച്ചു വിടുകയും ഇപ്പൊ അതിനെ കൂട്ടിക്കൊണ്ട് വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ. ബിജു, ഈ പഞ്ചായത്തിന്റെ പേരൊന്ന് പറയാമോ ബിജു? വണ്ണപ്പുറം പഞ്ചായത്തില് എത്രാമത്തെ വാർഡാണിതെന്ന് അറിയാമോ? ഒന്നാം വാർഡ്. വണ്ണപ്പുറം പഞ്ചായത്തിലെ 1ാമത്തെ വാർഡിലാണ് ഈ അമർ ഇലാഹി താമസിക്കുന്നത്. ഇവരുടെ കുടുംബം കഴിയുന്നത് പ്രധാനമായിട്ടും ഈ പശുവിനെ വളർത്തിയുമൊക്കെയാണ് അല്ലേ? അതെ. വളരെ ഒരു സാധാരണ നിർധന കുടുംബമാണെന്ന് കേട്ടു. അതെ. ഓക്കെ, അവിടെ ഈ അമറിനെ കൂടാതെ ഒരു സഹോദരൻ കൂടിയുണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ, ഇത് സംഭവിച്ചിരിക്കുന്നത് ഉച്ചയ്ക്കാണ്. എന്താണ് ബിജുവിന് അറിയാൻ കഴിഞ്ഞത്? ഒരു 3 മണിയോട് കൂടിയാണ് ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ 1ാം വാർഡിലെ ഉല്ലാസ് എന്ന് പറഞ്ഞ മെമ്പർ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ വീട്ടിലായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ നേരെ അറിഞ്ഞ് കേട്ട് ഞാൻ കാരിക്കോട് ആശുപത്രിയിലേക്ക് വരികയാണ്. ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചത്. ഇവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അമറിന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അല്ലേ? അതെ. അപ്പൊ ആന ക്രൂരമായിട്ടാണ് ആക്രമിച്ചിരിക്കുന്നത്. അതെ. ഇപ്പോൾ ഡോക്ടർമാർ എന്താ പറഞ്ഞത് ബിജു? ഇല്ല, ഇതിപ്പോ ആള് മരണപ്പെട്ടു. അതെ, മരിക്കുന്ന സമയത്ത് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. അതായത് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു. പോന വഴിക്ക് കൂടെ മറ്റൊരാൾ കൂടി ഉള്ളതായിട്ട് കേട്ടു ബിജു. കൂടെയുള്ള ചെറിയ പരിക്കാണ്. ഇത് കണ്ടോടി ഓടി ചെറിയ പരിക്ക് വന്നു. അപ്പൊ അത് സെന്റ് മേരീസ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്. ബിജു അദ്ദേഹത്തെ കണ്ടോ? അല്ല, ഞാനവിടെ പോകാൻ തുടങ്ങും. ഓക്കെ, ഒന്ന് അദ്ദേഹത്തെ കണ്ടതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ബ്രീഫ് ചെയ്യണം ബിജു. എന്തായാലും നിങ്ങൾ എന്താണ് പ്രതിഷേധം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? തീരുമാനിച്ചില്ല. അതിപ്പോ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഓക്കെ, ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മൃതശരീരം സൂക്ഷിച്ചിരിക്കുന്നത് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും അല്ലേ? വിട്ടുകൊടുക്കും. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളതെന്ന് അറിയാമോ ബിജു ഇദ്ദേഹത്തിന്റെ? വീട്ടില് അച്ഛനും അമ്മയും ഒരു സഹോദരനുണ്ടെന്ന് കേട്ടു. അവന് ഒരു പെങ്ങളും ഉമ്മായും ബാപ്പയും ഉള്ളത്. ഒരു പെങ്ങളും ഉമ്മയും ബാപ്പയും കൂടി 4 പേരടങ്ങുന്ന കുടുംബമാണ്. അതിലെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് നിന്ന ഒരു ചെറുപ്പക്കാരനാണ്. താൽക്കാലിക ജോലി അടുത്ത കാലത്ത് കിട്ടിയെന്നും കേട്ടു. പശുവിനെ അഴിക്കാൻ പോയപ്പോഴാണ് പശുവിനെ അഴിക്കാൻ പോയപ്പോൾ ആനയെ കണ്ടില്ലേ? അതോ പകൽ വെളിച്ചമാണല്ലോ, മഴയുമില്ല രാത്രിയുമല്ല. ഇത് പെട്ടെന്നായിരുന്നു. ഇത് അങ്ങോട്ട് മറിഞ്ഞു നിൽക്കുന്നതായിരുന്നു. പെട്ടെന്നായിരുന്നു സംഭവം ഉണ്ടായത്. ഓക്കെ, വളരെ വേഗം ഒരുപക്ഷെ പാഞ്ഞെടുത്തിട്ടുണ്ടാവണം അല്ലേ? ഈ കഴിഞ്ഞ 2022 ശേഷം ഈ പ്രദേശത്ത് ആനശല്യം രൂക്ഷമാണെന്ന് കേട്ടു. അതെ. അത് കണ്ടമാനം ആന ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആനകളെല്ലാം ഈ കൃഷി ഇടങ്ങളിലൊക്കെ വന്ന് കൃഷി നശിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇതുവരെ ജീവനെടുക്കുന്ന വാർത്ത ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല, അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ആ പ്രദേശത്ത് ഒരാളെ ആക്രമിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. സാധാരണ ആനയൊക്കെ ഇറങ്ങുമ്പോൾ എന്താ ചെയ്യുക നിങ്ങൾ ബിജു? അപ്പൊ പകല് അങ്ങനെ കാണാൻ റോഡിലൊക്കെ ഒന്നും ഇറങ്ങാറില്ല. അപ്പൊ അത് ഉൾക്കാട്ടിലാണ് നിൽക്കുന്നത്. ഈ വെള്ളവും തീറ്റം കിട്ടാതെ വരുമ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഓക്കെ, തന്നെ നമ്മളിപ്പോ ഈ റോട്ടിൽ പോകുമ്പോ വൈകുന്നേരങ്ങളില് ബൈക്കിലൊക്കെ പോണ ആളുകൾ ഈ ആനനെ കണ്ട് പേടിച്ച് വീടുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഫെൻസിംഗ് ആണെങ്കിൽ 3.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അവിടെ ട്രെഞ്ച് എടുത്തിട്ടുമില്ല അല്ലേ? ട്രെഞ്ച് എടുത്തിട്ടില്ല. ഓക്കെ, മനസ്സിലാവുന്നു. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയാ ബിജു? അവരുടെ പ്രതികരണം എന്ന് വെച്ചാൽ വനത്തിൽ നിൽക്കുന്ന ആനനെ വിടാൻ ഓടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയണത്. മനസ്സിലായി. ഓക്കെ, തീർച്ചയായിട്ടും വനംവകുപ്പ് കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടിയിരുന്നു. നന്ദി ശ്രീ ബിജു.